നമസ്കാരം. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ടെലിവിഷൻ മേഖലയിലെ ചില കാര്യങ്ങളെപ്പറ്റി ബഹുമാനപ്പെട്ട വനിതാ കമ്മീഷൻ്റെ പ്രസ്താവനകളാണ് ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. വെൽക്കം ടു കിഷോർ സത്യ ടോക്സ്. കേരള വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ശ്രീമതി സതീദേവി മാഡത്തിനെ ഞാൻ ഒരിക്കൽ ഒരു അഭിനേതാവിൻ്റെ ആവശ്യത്തിന് വേണ്ടി നേരിട്ട് കാണുകയുണ്ടായി. വളരെ സൗഹാർദ്ദപരവും ക്രിയാത്മകമായിട്ടാണ് മാഡം ആ വിഷയത്തോട് പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ മാമിനെ പോലെ ഒരാൾ ഈ ചെയർപേഴ്സണായിട്ടിരിക്കുന്ന വനിതാ കമ്മീഷനിൽ നിന്നും ടെലിവിഷൻ മേഖലയിലെ ചില വിഷയങ്ങളെ പറ്റിയുള്ള പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ശ്രദ്ധിക്കുന്നത് സ്വാഭാവികമാണ്. ഈ പത്രവാർത്ത വായിച്ചുള്ള അറിവേ ഉള്ളൂ. അതിൽ എനിക്ക് തോന്നിയ കാര്യം, വനിതാ കമ്മീഷൻ്റെ അഭിപ്രായത്തോട് ഞങ്ങളെല്ലാവരും ചേർന്ന് നിൽക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളടക്കം മെച്ചപ്പെടണം. തീർച്ചയായിട്ടും ടെലിവിഷൻ പരമ്പരകളുടെ ഉള്ളടക്കം മെച്ചപ്പെടേണ്ടതുണ്ട്. അതെന്തുകൊണ്ടാണ് ഉള്ളടക്കം മെച്ചപ്പെടാതെ പോകുന്നത് എന്നുള്ളത് ഞാൻ വഴിയേ പറയാം. ഒപ്പം തന്നെ അതിൽ പറഞ്ഞിട്ടുള്ളത് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ, കുട്ടികൾ ഇത്തരം പരമ്പരകൾ കണ്ട് അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങളുണ്ടാകുന്നു, അതുപോലെ പരമ്പരകളിലുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ കൂടുതലും നെഗറ്റീവാണ്. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതിന് ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും കമ്മീഷനോടൊപ്പം തന്നെ നിൽക്കുന്നു. അതേസമയം ഇതിന് വിയോജിപ്പ് തോന്നുന്ന ചില മേഖലകളെന്ന് പറയുന്നത്, ഒന്നാമത് കേരള വനിതാ കമ്മീഷനെ പോലെ ഒരാൾ ടെലിവിഷൻ മേഖലയിലെ പ്രശ്നങ്ങളെ പറ്റിയിട്ട് ഒരു അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ അതും ഒരു സാമ്പിൾ സർവേയുടെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അത് വളരെ അപ്രായോഗികവും അശാസ്ത്രീയമായ ഒന്നായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ കാര്യം, 13 മുതൽ 19 വയസ്സ് വരെ പ്രായമുള്ള കേരളത്തിലെ തിരുവനന്തപുരം, കോട്ടയം, മലപ്പുറം ജില്ലകളിലെ 400 പേരിൽ നിന്നാണ് ഈ അഭിപ്രായം സ്വരൂപിച്ചത് എന്നാണ് പത്രവാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ പറഞ്ഞ ഒരു ഏജ് ഗ്രൂപ്പ് എത്ര പേര് ടെലിവിഷൻ പരമ്പരകൾ കാണുന്നവരുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ടെലിവിഷനെ പറ്റിയിട്ടുള്ള അഭിപ്രായം രൂപീകരിക്കുമ്പോൾ സജീവമായിട്ട് ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ള അഭിപ്രായ സമന്വയമായിരുന്നു ഒരു കൃത്യതയിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, എല്ലാ കാര്യങ്ങളിലും സ്റ്റാറ്റിസ്റ്റിക്സിലെ സാമ്പിൾ സർവേയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അത്തരം സർവേകൾ ശാസ്ത്രീയമായും അതുപോലെ അതിൻ്റെ 3.5 കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു മേജർ പ്രാതിനിധ്യ സ്വഭാവത്തിലുള്ള അഭിപ്രായ രൂപീകരണത്തിന് ശേഷമായിരുന്നു ഇത്തരം ഒരു കൺക്ലൂഷനിലേക്ക് എത്തേണ്ടിയിരുന്നത് എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് കമ്മീഷൻ്റെ ഇതോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത്. അതുകൂടാതെ മെഗാ സീരിയലുകൾ നിയന്ത്രിക്കണം അല്ലെങ്കിൽ നിരോധിക്കണം, 25-30 എപ്പിസോഡുകൾ മാത്രമുള്ള സീരിയലുകളാക്കണം, ഒരു ചാനൽ 2 സീരിയൽ കൂടുതൽ ടെലികാസ്റ്റ് ചെയ്യരുത്, അവയുടെ പുനഃസംപ്രേഷണം പാടില്ല എന്നൊക്കെ പറയുന്നത് തീർത്തും അബദ്ധജടിലമായ ചില കാഴ്ചപ്പാടുകളായിട്ടാണ് തോന്നിയത്. കാരണം ഈ മെഗാ സീരിയലുകൾ എന്ന് പറയുന്നത്, ഒന്നാമത്തേത് കേരളത്തിൽ മാത്രമല്ല അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റിക് ഫോമാണ്. 10 വർഷത്തിലധികമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന മെഗാ സീരിയലുകളൊക്കെ പല രാജ്യങ്ങളിലുമുണ്ട്. ഒരു കലാസൃഷ്ടിയുടെ നീളം എത്രയായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം തീർച്ചയായിട്ടും അതിൻ്റെ സൃഷ്ടാക്കൾക്ക് തന്നെയാണ്. ഒരു സീരിയൽ 100 എപ്പിസോഡ് വേണോ, 500 എപ്പിസോഡ് വേണോ, 25 വേണോ എന്ന് തീരുമാനിക്കേണ്ടത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണല്ലോ, മറ്റാൾക്കാരല്ലല്ലോ അതിനകത്ത് അഭിപ്രായം പറയേണ്ടത്. മറ്റൊരു വസ്തുത, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളടക്കങ്ങൾ മെച്ചപ്പെടണം. ഈ ഉള്ളടക്കം, ടെലിവിഷൻ പരമ്പരയുടെ ഉള്ളടക്കമാണ് മെച്ചപ്പെടേണ്ടത്. എന്തുകൊണ്ട് നിരന്തരമായി ടെലിവിഷൻ പരമ്പരകളുടെ ഉള്ളടക്കം മെച്ചപ്പെടാതെ നമ്മൾ ഈ അമ്മായിയമ്മ പോര് അല്ലെങ്കിൽ ഈ പറഞ്ഞു കേട്ട സോക്കോൾഡ് കാര്യങ്ങൾ തുടരുന്നു? അതിലേക്ക് ഒരുപക്ഷെ പൊതുസമൂഹത്തിന് അറിയാത്ത ഒരു കാര്യത്തിലേക്ക് ഞാൻ വിരൽ ചൂണ്ടാം. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യയിലെ ബാർക്ക് എന്ന് പറയുന്നൊരു ഏജൻസി നടത്തുന്ന ടെലിവിഷൻ റേറ്റിങ്ങിനെ അടിസ്ഥാനമാക്കിയാണ് ഭാരതത്തിലെ എല്ലാ മാധ്യമങ്ങളും, അതായത് വാർത്താ ചാനലുകളും എൻ്റർടൈൻമെൻറ്റ് ചാനലുകളും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും വൈകാരികമായ പല റിപ്പോർട്ടിങ്ങും അല്ലെങ്കിൽ ടെലിവിഷൻ പരമ്പരകളെ പോലും തോൽപ്പിക്കുന്ന തരത്തിലുള്ള അതിവൈകാരികമായ വാർത്താ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ ന്യൂസ് ചാനലുകളിൽ കാണുന്നത്. അപ്പോൾ ഓരോ വ്യാഴാഴ്ചയും വരുന്ന ഈ റേറ്റിങ്ങിൽ അതിൻ്റെ തലയാഴ്ച സംപ്രേഷണം ചെയ്ത എപ്പിസോഡുകളുടെ റേറ്റിംഗ് അടിസ്ഥാനത്തിൽ എന്ത് കണ്ടപ്പോഴാണ് കൂടുതൽ റേറ്റിംഗ് കൂടിയത്, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ കഥയിൽ എന്ത് വന്നപ്പോഴാണ് റേറ്റിംഗ് കുറഞ്ഞത് എന്നുള്ള ചർച്ചയുടെ അടിസ്ഥാനമാക്കിയിട്ടാണ് കഥകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അമ്മായിമ്മ പോരുകൾ നിരന്തരം ആവർത്തിക്കപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിരന്തരമായി പ്രേക്ഷകർ അത് കാണുന്നു അല്ലെങ്കിൽ അത് ആസ്വദിക്കുന്നു, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ആളുകൾ നിരന്തരമായി കാണുന്നത് കൊണ്ടാണ് അത് ആവർത്തിക്കപ്പെടുന്നത്. കേരളത്തിലെ എല്ലാ പ്രേക്ഷകരും ഇതിൻ്റെ മെച്ചമായ ഉള്ളടക്കമാണെങ്കിൽ ഞാൻ ഇന്ന് മുതൽ അമ്മായിമ്മ ഒരു കാണില്ല, അല്ലെങ്കിൽ ഞാൻ ഇന്ന് മുതൽ രാത്രിയിൽ പട്ടുസാരി എടുത്ത് പൂജ കൂടിയ സ്ത്രീകളുള്ള സീരിയലുകൾ കാണില്ല എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുത്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ കണ്ടൻറ്റ് മെച്ചപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു സീരിയലുകൾ
അടച്ചാക്ഷേപിക്കാതെ അതിൻ്റെ പിന്നിലുള്ള ചില ശാസ്ത്രീയമായ വസ്തുതകൾ കൂടെ മനസ്സിലാക്കണം. സീരിയലുകൾ മോശമായാൽ അത് നേരത്തെ നിർത്തും, അത് അകാല ചരമമടയും. 1000 എപ്പിസോഡ് ഒരു സീരിയൽ പോകുന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകരെ നിർബന്ധിച്ച് തലയിൽ അടച്ചേൽപ്പിച്ച് കാണിക്കുന്നതല്ല, ആ സീരിയലിന് പ്രേക്ഷകർ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ പ്രേക്ഷകർ തീരുമാനിക്കുന്നതാണ് സീരിയലുകളുടെ നീളം, ലെങ്ത് എന്ന് പറയുന്നത്. പ്രോഡക്റ്റ് മോശമായാൽ നേരത്തെ നിർത്തും, പ്രോഡക്റ്റ് ആൾക്കാർ കണ്ടാൽ അത് തുറന്നു കൊണ്ടുപോയിരിക്കും. അപ്പോൾ കാഴ്ചക്കാരൻ്റെ ശീലങ്ങൾ, കാഴ്ചക്കാരൻ്റെ ബോധ്യം, നമ്മുടെ തലച്ചോറിൽ നമ്മൾ നല്ലത് മാത്രമേ കാണൂ എന്ന് തീരുമാനമെടുത്താൽ സീരിയലുകളുടെ ഉള്ളടക്കം നന്നാവും. അതല്ലാതെ ഒരു സീരിയലിൻ്റെ കഥാകൃത്തോ അല്ലെങ്കിൽ സംവിധായകനോ നിർമ്മാതാവോ ചാനലോ വിചാരിച്ചാൽ സീരിയലുകളുടെ ഉള്ളടക്കം നന്നാക്കാൻ സാധിക്കുന്നില്ല എന്ന ഒരു അപ്രിയ സത്യം ഞാൻ നിങ്ങൾക്ക് മുൻപിൽ തുറന്നു പറയുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, സീരിയലുകൾ സെൻസർ ചെയ്യണം എന്നുള്ളതാണ്. സെൻസർഷിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ അധികാരത്തിലുള്ളൊരു കാര്യമല്ല, അത് കേന്ദ്ര ഗവൺമെൻറ് അധികാരത്തിലുള്ള ഒരു കാര്യമാണ്. പിന്നെ പലർക്കും അറിയാത്തൊരു വസ്തുത, എല്ലാ പരമ്പരകളും ഓരോ ചാനലുകളും അവരവരുടെ ഒരു സെൽഫ് സെൻസറിങ്ങിന് ശേഷമാണ് നിങ്ങളെ കാണിക്കുന്നത്. കേരളത്തിലെ ഏതെങ്കിലും സീരിയലുകളിൽ ഏതെങ്കിലും അശ്ലീലമായിട്ടുള്ള പദപ്രയോഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും പല ചാനലുകളും എടാ, പോടി, വാടി എന്ന് പോലും പറയരുത് എന്ന് നമ്മൾ ഡബ് ചെയ്യുമ്പോഴൊക്കെ നിഷ്കർഷിക്കാറുണ്ട്. ഒരു സീരിയലിലും കേരളത്തിൽ അശ്ലീലമായിട്ടുള്ള വാക്കുകളോ അല്ലെങ്കിൽ തെറി വാക്കുകളൊന്നും പറയാറില്ല. 2, കേരളത്തിൽ ഒരു സീരിയലുകളിൽ പോലും സഭ്യമല്ലാത്ത വസ്ത്രം ധരിച്ച പുരുഷനോ സ്ത്രീയോ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള സെൽഫ് സെൻസറിങ്ങിന് ശേഷമാണ് നിങ്ങൾ കാണുന്ന പ്രോഡക്റ്റ് വരുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളടക്കം തീരുമാനിക്കപ്പെടുന്നത് ഈ പറഞ്ഞ പ്രേക്ഷകൻ്റെ ഇഷ്ടങ്ങളും അവൻ്റെ അഭിരുചികളും അവൻ്റെ കാഴ്ചയുടെ ശീലത്തെ അടിസ്ഥാനമാക്കിയാണ്. അതുകൊണ്ട് നിങ്ങൾ നന്നായാൽ മാത്രമേ നമുക്കതിൻ്റെ ഉള്ളടക്കം നന്നാക്കാൻ പറ്റൂ എന്ന് ഒരിക്കൽ കൂടി പറയട്ടെ. ഇനി സെൻസറിങ്ങിൻ്റെ ഒരു അപ്രായോഗിക വശം കൂടെ ഞാൻ പറയാം. ഒരു സിനിമ എന്ന് പറയുന്നത് 2 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറുള്ള സിനിമകളാണ് സെൻസർ ചെയ്യുന്നത്. കേരളത്തിൽ നിലവിൽ ഏതാണ്ട് 30ഓളം സീരിയലുകളാണ് ദിവസേന സംപ്രേഷണം ചെയ്യുന്നത്. അതായത് ഏറെക്കുറെ 10-15 മണിക്കൂറിന് അടുപ്പിച്ചുള്ള കണ്ടൻറ്റ് ഡെയിലി ബേസിസിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ പ്രായോഗികമായിട്ട് ഇത് സെൻസർ ചെയ്യാൻ പറ്റും? ഒരു ദിവസം 15 മണിക്കൂർ സെൻസർ ചെയ്ത് ഒരു അതിവിപുലമായൊരു സംവിധാനമൊക്കെ സൃഷ്ടിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം അത് അപ്രായോഗികമാണ്. എല്ലാ ദിവസവും 15 മണിക്കൂർ സീരിയലുകൾ സെൻസർ ചെയ്ത് കാണിക്കുക എന്ന് പറയുന്നതിൻ്റെ പ്രായോഗികത എന്ന് പറയുന്നത് സത്യത്തിൽ ഒട്ടും അഭികാമ്യമായിട്ടുള്ള കാര്യമല്ല. അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു വയ്ക്കട്ടെ. മറ്റൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കാം. ഈ പെരിഫറലായിട്ടുള്ള ഇത്തരം ഒരു കാഴ്ചപ്പാടുകളിലേക്കോ നിർദ്ദേശങ്ങളിലേക്കോ പോകുന്നതിന് പകരം ടെലിവിഷൻ മേഖല നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. അത്തരം പ്രശ്നങ്ങളിലേക്ക്, ഉദാഹരണമായിട്ട് തൊഴിലിടത്തിലുള്ള നമ്മുടെ സുരക്ഷ, അല്ലെങ്കിൽ താമസം, ഭക്ഷണം, വസ്ത്രം, മാന്യമായ പെരുമാറ്റം, അല്ലെങ്കിൽ വസ്ത്രം മാറാനുള്ള സംവിധാനങ്ങൾ, അല്ലെങ്കിൽ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സംവിധാനങ്ങൾ, ഇങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരുപാട് വികസനം ടെലിവിഷൻ മേഖലയിൽ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കഴിഞ്ഞ 4-5-6 മാസത്തോളമായിട്ട് ഏതാണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ ടെലിവിഷൻ ആക്ടേഴ്സിൻ്റെ സംഘടനയായ ആത്മ, ഞാനതിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്, ശ്രീ KB ഗണേഷ് കുമാറാണ് അതിൻ്റെ പ്രസിഡൻറ്റ്. ഞങ്ങളും ടെലിവിഷൻ കേരളത്തിലെ നിർമ്മാതാക്കളുടെയും മറ്റ് സാങ്കേതിക പ്രവർത്തനം സംഘടനയായ ടെലിവിഷൻ ഫ്രട്ടേണിറ്റിയുമായിട്ട് നിരന്തരമായി 3-4 വട്ട ചർച്ചകൾ ഈ വിഷയത്തിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മാറ്റങ്ങൾ ടെലിവിഷൻ മേഖലയിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മുടെ ശ്രമം. ഈ ശ്രമത്തിന് സഹായകരമായ രീതിയിലുള്ള കുറച്ച് നിർദ്ദേശങ്ങളും അതുപോലെ ഇടപെടലുകളും ബഹുമാനപ്പെട്ട വനിതാ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഈ മേഖലയെ കുറേ കൂടെ സംസ്കരിച്ചെടുക്കാനും മെച്ചപ്പെടുത്താനും സാധിക്കുമെന്നുള്ള ഒരു നിർദ്ദേശം കൂടെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇന്നത്തെ ഈ വർത്തമാനം ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.